നമസ്കാരം ഫുട്ബോൾ പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ വിൻഡോ വീണ്ടും ഒന്ന് ഉഷാറായിട്ടുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് ഫെറാൻ ടോറസ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. 50 മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ആയിരിക്കും ബാർസയ്ക്ക് കിട്ടുക. ഇനി 50 മില്യണും ഫിക്സർ ആണെന്നാണ് കേൾക്കുന്നത്. ആഡ് ഓൺസ് ഇല്ല എന്നാണ്, വേരിയബിൾസ് ഇല്ല എന്നാണ് ഇപ്പം കേൾക്കുന്ന വാർത്തകൾ. സോ ഇഫ് ദ റിപ്പോർട്ട് ആർ ടു ബി ട്രൂ, ബാർസലോണയ്ക്ക് 50 കിട്ടുവാൻ രസകരമായിട്ടുള്ളൊരു കാര്യം 1-2 ക്ലോസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 55 മില്യനോ അതിന് മേളിലോ ബാർസലോണ ഫെറാൻ ടോറസിനെ വിൽക്കുമായിരുന്നെങ്കിൽ 10 മില്യൺ യൂറോസ് സിറ്റിക്ക് പോകുമായിരുന്നു. അങ്ങനെ എന്തോ ഒരു ക്ലോസ് അന്നത്തെ സ്പോർട്ടിംഗ് ഡയറക്ടറായ അൽമേനി വെച്ചിരുന്നു. കൂടാതെ നമ്മൾ റിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു 8 മില്യൺ യൂറോസ് പോകുമായിരുന്നു സിറ്റിയുടെ കയ്യിലോട്ട്. അങ്ങനെ ഒരു ക്ലോസ് അൽമേനി വെച്ചിരുന്നു. സോ 50-ന് വിൽക്കുക വഴി ബേസിക്കലി നമ്മൾ 55-ന് അതിന് മേളിലോട്ട് പോകുമായിരുന്നെങ്കിൽ 10 മില്യൺ എക്സ്ട്രാ സിറ്റിക്ക് കൊടുക്കേണ്ട വന്നേനെ. സോ അങ്ങനെ ഇപ്പം 50-ന് വിറ്റിരിക്കുന്നു എന്നാണ് വരുന്ന വാർത്ത. ഫെറാന് നമ്മൾ 65 വേണം എന്നൊക്കെയാണ് വാശി പിടിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം 50-ന് കൊടുക്കേണ്ടി വന്നു. ഗുഡ് ഡീൽ, ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട്, നോട്ട് എ ഗ്രേറ്റ് ഡീൽ. ഓക്കെ ഡീൽ, പ്ലെയറിനും PSG മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലും പവറില്ല. സോ ദ ഡീൽ ഈസ് ഡൺ. ഓൾ ദ ബെസ്റ്റ് ടു ഫെറാൻ ടോറസ്. സോ ഫെറാൻ ടോറസ് ഓൾ ദ ബെസ്റ്റ് പറയുമ്പോഴേക്കുമാണ് ഐ തിങ്ക് റോഡ്രി ഡീൽ ഈസ് ഹാപ്പനിങ് സൂൺ. എവറിത്തിങ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് സൂൺ. കാരണം ഇന്നലെ ഈ ഫെറാൻ ടോറസ് ഡീൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. റോഡ്രിയുടെ ആ ഒരു സെക്കൻഡ് ബിഡ് ബാർസലോണ റിജക്ട് ചെയ്തല്ലോ, സിറ്റി റിജക്ട് ചെയ്തല്ലോ. 65 മില്യൺ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജ് ആഡ് ഓൺസ് ഉൾപ്പെടെയല്ല, അത് റിജക്ട് ചെയ്തിരുന്നു. അവർക്ക് 70-നും 80-നും ഇടയിൽ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു പാക്കേജാണ്. 75 മില്യൺ ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു പാക്കേജ് വരുവാണെങ്കിൽ, അതായത് 65-ന് മുകളിൽ സിറ്റിക്ക് ഫിക്സറായിട്ട് കിട്ടത്തക്ക രീതിയിലൊരു പാക്കേജ് വരുവാണെങ്കിൽ ഡീൽ ഡൺ ആവുന്നു. റൂമറുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിലും കൺഫേം അല്ല. ഇതിനിടയ്ക്ക് ബാർസലോണ ഫെറാൻ ടോറസിൻ്റെ സെയിൽ എത്രയും പെട്ടെന്ന് കൺഫേം ആക്കിയിട്ട് പ്രോബ്ലി ആ ഒരു എക്സ്ട്രാ 10 മില്യനോട് ആഡ് ചെയ്ത് ഡീൽ ഡൺ ആക്കാനായിട്ട് നോക്കും റോഡ്രിക്ക് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ടായിരുന്നു. സോ ഫെറാൻ്റെ സെയിൽ എത്രയും പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ഡീൽ ഡൺ ആക്കുക, റോഡ്രി ഡീൽ ഡൺ ആക്കാനായിരിക്കും ബാർസ നീങ്ങുമെന്ന് കേട്ടിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു കളി നടക്കുന്നത്. കാരണം ബാർസലോണ ഈ ഒരു ഡീൽ എത്രയും പെട്ടെന്ന് പുള്ളി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡ്രി ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ട് പറക്കുകയാണ്. സിറ്റിയിലെത്തി കാണും, അവിടുത്തെ ട്രെയിനിങ് ഗ്രൗണ്ടിലും മറ്റുമൊക്കെ വരുമായിരിക്കും. മേ ബി ട്രെയിൻ ചെയ്യുമായിരിക്കും, മേ ബി ട്രെയിനിങ് ഫെയർവെൽ പറയാനായിട്ടായിരിക്കും ചെല്ലുക. ചില റിപ്പോർട്ടുകൾ വരുന്നത് പുള്ളിയുടെ മെഡിക്കലിന് ബാർസലോണ റെഡി ആവുകയാണെന്നുള്ള രീതിയിലും ബാർസ ബേസ്ഡ് സോഴ്സിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. സോ വെർബലി ഒരു അഗ്രിമെൻറ്റിൽ എത്തി ഉടനെ തന്നെ എത്തുമെന്ന് തോന്നുന്നു. ഫാബ്രിസോ റൊമാനോ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ 2 ദിവസം മുമ്പുള്ളതിനേക്കാളും കോൺഫിഡൻ്റ് ആയിരുന്നു ഇന്നലത്തേനേക്കാളും കോൺഫിഡൻ്റ് ആയിരുന്നു ഇന്നത്തേനേക്കാളും കോൺഫിഡൻ്റ് ആയിരിക്കും പ്രോബ്ലി ഞാൻ നാളെ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. അതായത് ദ ഡീൽ ഈസ് ഹാപ്പനിങ്. വെർബൽ പ്രപ്പോസൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഒഫീഷ്യൽ ബിഡായിട്ട് വിടുമല്ല, വെർബലി ബിഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഒഫീഷ്യലാണ്. ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് നല്ലതാണെന്നും അതിനകത്ത് തന്നെ ഒരു അഗ്രിമെൻറ്റിലെത്തിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന്, വെർബൽ അഗ്രിമെൻറ്റിലെത്തിയ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഫാബു പറയുന്നത്. സോ റോഡ്രി ടു ബാർസ ഈസ് ഹാപ്പനിങ്, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചെൽസി എൻസോ ഫെർണാണ്ടസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടി, എൻസോ ഫെർണാണ്ടസിൽ ഇൻട്രസ്റ്റ് പല പാർട്ടീസും കാണിച്ചിരുന്നു, പല ക്ലബ്ബുമായിട്ടും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ചെൽസി അവർക്കെല്ലാമായിട്ട് ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. 120 മില്യൺ പൗണ്ട്സ് വെള്ളിയാഴ്ച, അതായത് ഇന്ന് UK ടൈം വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. 120 മില്യൺ പൗണ്ട്സ് ഞങ്ങൾക്ക് ഫിക്സർ കിട്ടണം. അല്ല, ടോട്ടൽ പാക്കേജാണോ ഫിക്സറാണോ എങ്ങനെയാണെന്ന് നിർത്തി ഞങ്ങൾക്ക് കിട്ടണം. അതിൽ കുറഞ്ഞ ഒരു ഡീലിന് ഞങ്ങളില്ല. പേയ്മെൻറ്റ് സ്ട്രക്ചർ ഉൾപ്പെടെ അവർ വിട്ടിട്ടുണ്ട്. സോ ഓൾസോ ഓഫ് നോം ചെൽസിക്ക് കാര്യങ്ങളെല്ലാം ബുക്സും എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ചെൽസിക്ക് ഇനി സെയിൽ നടത്തേണ്ട അത്യാവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ എൻസോനെ വിൽക്കാൻ ചെൽസി ഓക്കെയാണ്. എൻസോയ്ക്കും ക്ലബ്ബ് വിടണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചെൽസിക്കറിയാം. ബട്ട് എൻസോനെ കീപ്പ് ചെയ്യാനും തയ്യാർ ഓക്കെ. ബട്ട് എൻസോനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് പ്രൈസ്, ഇന്ന് 5 മണി വരെ UK ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് ഇനി റീപ്ലേസ്മെൻറ്റ് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കേൾക്കുന്നത് ശരിയാണ്, അലക്സ് സ്കോട്ടാണ് എൻസോ പോവുകയാണെങ്കിൽ അവരെ ഹൈലി റേറ്റ് ചെയ്യുന്നതിനെയും വേറെ വാട്ടൻ പേരും ഒക്കെ ഉണ്ടെങ്കിലും സ്കോട്ടാണ് ഫസ്റ്റ് നിൽക്കുന്നതെന്നാണ് കേൾക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾ അഗ്രസീവ്ലി നീക്കേണ്ട ആവശ്യം പ്രോബബ്ലി ഉണ്ട്. സോ അഥവാ റോഡ്രി ഡീൽ സെയിൽ നടന്നില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈവൻ റോഡ്രി ഡീൽ നടന്നില്ലെങ്കിലും, അഥവാ റോഡ്രി ഡീൽ കുറച്ചുകൂടെ ഡിലേ ആയാലും ദേ ഹാവ് ദ മണി. അതല്ല, അഥവാ റോഡ്രി പോയില്ലെങ്കിൽ, അഥവാ റോഡ്രി ഡീൽ നമുക്ക് ഉടനെ തന്നെ റണ്ണാക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് സിറ്റിക്ക് കൊടുത്തില്ലെങ്കിൽ പ്രോബ്ലി എൻസോ ഡീലിലോട്ട് അഗ്രസീവ്ലി ഇപ്പം മേ ബി സിറ്റി എൻ്റർ ആവത്തില്ലായിരിക്കും. കാരണം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ എൻസോ ഡീൽ അവൈലബിൾ ആവുന്നും വരുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴേക്കും സിറ്റി മൈറ്റ് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് റോഡ്രി. വീണ്ടും 80-ന്ന് ചിലപ്പോൾ അവർ 100-ന് മേടിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ പുള്ളി അവിടെ വന്ന് ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്ത് ഓൾറെഡി ആളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് പോകണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല, സിറ്റിക്ക് എന്നെ കീപ്പ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ, അഥവാ നല്ലൊരു പ്രൈസ് എത്തിയില്ലെങ്കിൽ ഞാനാണെങ്കിൽ 1 വർഷത്തോടെ ഇവിടെ കളിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജ് സിറ്റിക്ക് മുമ്പിൽ പാസ് ചെയ്തായിട്ട് സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെല്ലാവരും കൺഫേം ആക്കിയതാണ്. സോ മേ ബി 1 more ഇയർ കീപ്പ് ചെയ്തിട്ട് ഫ്രീ ഏജൻ്റായിട്ട് റോഡിന് നെക്സ്റ്റ് സീസൺ അവർ വിടുന്നതിനൊക്കെ ആയിരിക്കും. സോ എൻസോനെ കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരാണ്. എൻസോ മരസ്ക എൻസോയ്ക്ക് വേണ്ടിയാണ് പുഷ് ചെയ്യുന്ന റോഡ്രിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടെന്നാണ്
എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്. സോ ഇഫ് എവറിത്തിങ് ഈസ് ട്രൂ, എത്രയും പെട്ടെന്ന് ഈ ഡീൽ നമ്മൾ ഡൺ ആക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡൺ ആക്കുന്നുള്ളൊരു കോൺഫിഡൻസ് സിറ്റിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അവർ എൻസോ ഫെർണാണ്ടസ് ഡീലിന് പ്രോബബ്ലി ഇന്നൊരു ബിഡ് ഇടുമായിരിക്കും. സോ ആസ് ഓഫ് നൗ ഒരു ബിഡ് വിട്ടിട്ടില്ല. 120 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് വിട്ടു എന്ന് പറഞ്ഞ് ഒരു അർജൻറ്റീൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഫേക്കാണ് എന്ന് ഫാബ് കൺഫേം ആക്കിയിട്ടുണ്ട്. 120 മില്യൺ പൗണ്ട്സ്, 140 മില്യൺ യൂറോസിൻ്റെ പാക്കേജാണ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബിഡും ഒഫീഷ്യലി ഇതുവരെ ഒരു ക്ലബ്ബും വിട്ടിട്ടില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിറ്റിയുടെ കാര്യത്തിൽ തന്നെ നിൽക്കുമ്പോഴേക്കും സിറ്റിയിൽ ടിജാനി റെയിൻഡേഴ്സ് അൽ ഖ്വാഷ എന്ന് പറയുന്ന സൗദി അറേബ്യൻ ക്ലബ്ബിലോട്ട് 61 മില്യൺ യൂറോസിൻ്റെ ഒരു മൂവ് നടത്തിയിട്ടുണ്ട്. സിറ്റി അതിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിറ്റി ആൻഡ് ചെൽസി ആൻഡ് ആർസണൽ. പ്രോബ്ലി ഇതൊരു സംഭവമാണ്, ഇതൊന്ന് ശ്രദ്ധിച്ച് ആ പടം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കണക്ഷൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എൻസോയുടെ കാര്യം കണക്ഷനായിട്ട് നിൽക്കുന്ന എൻസോ ആൻഡ് റോഡ്രിക്കിടയിൽ ഒരു കണക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനിയുള്ളത് പെഡ്രോ നെറ്റോ, സവീനോ, കോഡി ഗാക്പോ, ഈ ഒരു ട്രയോളജിയാണ്. ഇതിലോട്ട് വരാനായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടനാം ഹോട്ട്സ്പർ ആണെങ്കിൽ സവീനോയ്ക്ക് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഫാബ് ഉൾപ്പെടെയുള്ള എല്ലാ ടോപ്പ് സോഴ്സുകളും കൺഫേം ആക്കുന്നുണ്ട്. ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ ഫസ്റ്റ് വെർബൽ പ്രൊപ്പോസലും കാര്യങ്ങളെല്ലാം റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവീനോ കറൻ്റ് ട്രെയിൻ ചെയ്യുന്നില്ല, ഇൽനെസ് പനിയാന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാണ്. പക്ഷേ കാര്യം ഇത് തന്നെയാണ്, ആൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് 85 മില്യൺ പൗണ്ട്സ് ആണ്. ഇറ്റ്സ് കൺഫേംഡ്. സിറ്റി ആസ്ക് ചെയ്തുകൊണ്ടിരിക്കുക, സിറ്റി നെഗോഷിയേറ്റ് ചെയ്യുന്ന പ്രൈസ് 85 മില്യൺ പൗണ്ട്സ് ആണ്. പ്രേബി അതിലോട്ട് താഴോട്ട് വരാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് അത് താഴോട്ട് പോകും, അങ്ങനെ ഇങ്ങനെയാണെന്നാണ് ഇപ്പം ചില വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് കൺഫേം, ബട്ട് ചില സോഴ്സുകളിൽ നിന്ന്, ബ്രസീലിൽ നിന്ന് വരുന്ന ചില സോഴ്സുകളൊക്കെ പറയുന്നത് ആ 85 മില്യൺ പൗണ്ട്സ് മീറ്റ് ചെയ്യാനായിട്ട് ടോട്ടന റെഡിയാണെന്നാണ്. ബട്ട് ഫാബോ ഓൺസ്റ്റീനോ ഒന്നും ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. പക്ഷെ അത് റെഡിയാണ്, എത്രയും പെട്ടെന്ന് ആ ഡീൽ ഡൺ ആക്കുമെന്നാണ്. സോ സവീനോയിൽ സിറ്റി 85 മില്യൺ പൗണ്ട്സ് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 100 മില്യൺ അടുത്ത് വരുന്ന ഒരു പാക്കേജ്, യൂറോസിൻ്റെ പാക്കേജ് നേടിയെടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ബോംബ്ലാസ്റ്റിക് ഫണ്ടാസ്റ്റിക് എന്തുവേണേലും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഫോർ സവീനോ. സോ എന്തൊക്കെ പറഞ്ഞാലും അതുപോലെ തന്നെയാണ് കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാന്ന് പറഞ്ഞാൽ പെഡ്രോ നെറ്റോയിലും സിറ്റിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. സവീനോ ക്ലബ്ബ് വിടുവാണെങ്കിൽ പെഡ്രോ നെറ്റോ ആണ് സിറ്റി റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ആർസണലും നെറ്റോയിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെഡ്രോ നെറ്റോയുടെ പ്രിഫറൻസും എൻസോ മറസ്ക പുഷ് ചെയ്യുന്നു നെറ്റോയ്ക്ക് വേണ്ടി ആണെന്നാണ് കേൾക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ പെഡ്രോ നെറ്റോയ്ക്ക് 80 മില്യൺ യൂറോസിൽ കുറഞ്ഞൊരു പാക്കേജ് ചെൽസി അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ സ്റ്റാൻസ് എന്ന് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സവീനോയിൽ പ്രോബബ്ലി കേൾക്കുന്ന ന്യൂസുകൾ ശരിയാണെങ്കിൽ എനിക്കിപ്പോഴും അത് 85 മില്യൺ പൗണ്ട്സ് മീറ്റ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഫോർ സവീനോ. പക്ഷേ അത് ശരിയാണെങ്കിൽ 100 മില്യണോളം ഉണ്ടാക്കും. ടോപ്പ് സോഴ്സുകളിൽ നിന്ന് കൺഫർമേഷൻ വരാനുണ്ട്. ബട്ട് എൻസോ ഫെർണാണ്ടസും പെഡ്രോ നെറ്റോയുടെയും സെയിൽ നടക്കുകയാണെങ്കിൽ ചെൽസി 200 മില്യൺ യൂറോസിന് മുകളിൽ ഉണ്ടാക്കും. അതിൽ 100 മില്യണോളം പ്രോഫിറ്റും ആയിരിക്കും. ഇവർ അമോർട്ടൈസേഷൻ കോസ്റ്റ് ഒക്കെ എന്തായാലും 100 മില്യൺ അടുത്ത് മിനിമം അതിനടുത്തല്ല ഒരു പ്രോഫിറ്റ് ഈ രണ്ട് സെയിൽസ് നടക്കുകയാണെങ്കിൽ ചെൽസി ഉണ്ടാക്കുകയും ചെയ്യും. ചെൽസി ഓൾറെഡി ഇഷ്ടംപോലെ നല്ല അഡീഷൻസ് കൊണ്ടുവന്നാണ് ഇതിൽ പ്രോഫിറ്റും ഉണ്ടാക്കിയതുകൊണ്ട് വിച്ച് ഈസ് ഗ്രേറ്റ് ഫോർ ദം. അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോയി പിന്നെ വരേണ്ട വരുമായിരിക്കും ചെൽസിക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സവീനോയിലും പ്രോബ്ലി സിറ്റിയിലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട് ഡീൽ കേൾക്കുന്നത് ശരിയാണെങ്കിൽ. സോ സവീനോയുടെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഈ പ്രൈസ് ശരിയാണെന്നുള്ളത്. പക്ഷേ മറ്റേ ചെൽസി ഡിമാൻഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ടോപ്പ് സോഴ്സുകളെല്ലാം കൺഫേം ആക്കുന്ന ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് സീ എന്താവുന്നുള്ള കാര്യം, ഇതെവിടെ പോയി ട്രയോളജി തീരും എന്നുള്ളൊരു കാര്യം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സവീനോയിൽ മാത്രമല്ല കോഡി ഗാക്പോയിലുള്ള ടോട്ടനാമിൻ്റെ ഇൻട്രസ്റ്റും വളരെ ജെന്യുവൻ ആണെന്ന് ടോപ്പ് സോഴ്സുകളെല്ലാം കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. സവീനോ ഡീലിനോടൊപ്പം തന്നെ കോഡി ഗാക്പോ ഡീലിന് വേണ്ടി പുഷ് ചെയ്യുവാണ് ടോട്ടനാം എന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവിടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ് ആർസണലിൻ്റെ അപ്ഡേറ്റ്സിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആർസണലാണെങ്കിൽ ഇപ്പം ഗ്യാരറ്റസ്റയായിട്ട് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ സെയിലിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കൺഫേംഡ് ആണ്. ഇതിനിടയ്ക്കാണ് മാറ്റ്ലോ, നമുക്ക് ടെലിഗ്രാഫിൻ്റെ ജേർണലിസ്റ്റാണ്, പക്ഷേ പുള്ളി ഇത് നടക്കുമെന്നോ മറ്റോ അല്ല പുള്ളി ഇട്ടിരിക്കുന്നത്. പുള്ളി പറഞ്ഞത് ഈ ഒരു കോൺവെർസേഷൻ ഇടയിൽ ഒഷിമൻ്റെ കാര്യവും ആർസണൽ തിരക്കിയെന്നാണ്. അതായത് ഈ ഒരു മാർട്ടിനെല്ലി സിറ്റുവേഷനിൽ ഒഷിമൻ്റെ അവൈലബിലിറ്റി ടേംസും മറ്റുമൊക്കെ തിരക്കിയിട്ടുണ്ട് ഗ്യാലറ്റസറയോടെന്നാണ് കേൾക്കുന്ന മാറ്റ്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒഷിമിന് വേണ്ടി ബിഡ് വിടാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ദ സിറ്റുവേഷൻ, എന്താണ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബബ്ലി ഒരു ബിഡ് വിടാം, പ്രോബബ്ലി വിടാതിരിക്കാം. ഇതിൻ്റെ ഇടയ്ക്കാണ് അൽ ഹിലാലിൻ്റെ 130 മില്യൺ യൂറോസിൻ്റെ ബിഡ് ഒരു വെർബൽ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു ഗ്യാലറ്റസറ എന്നാണ് പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫോർ വിക്ടർ ഓഷിമൻ. ഇതെനിക്ക് മനസ്സിലാകുന്നത് വിക്ടർ ഓഷിമനെ വന്നിട്ട് പിന്നെ വരുന്ന വാർത്ത വിക്ടർ ഓഷിമൻ 100 മില്യന് താഴെ അവൈലബിൾ ആണ്, പിന്നെ വരുന്നത് 80 അവൈലബിൾ ആണ്, 55 മില്യൺ പൗണ്ട്സിന് അങ്ങനെ ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് പ്ലറ്റംബർഗ് എന്ന് പറയുന്നു 130 ഒരു വെർബൽ പ്രപ്പോസൽ
അൽ ഹിലാൽ വിട്ടത് റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ആൻഡ് അൽ ഹിലാലുമായിട്ട് വിക്ടർ ഓഷിമൻ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്നൊന്നും റിപ്പോർട്ടുകൾ കണ്ടിട്ടില്ലായിരുന്നു. സോ വിക്ടർ ഓഷിമൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട എന്നുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് ഇവർ റിജക്റ്റ് ചെയ്താണോ എന്താണോ ഒന്നും അറിയത്തില്ല. സിങ്ങിന് ഒരു ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യമാണ്, എന്തിന് ഗാലറ്റസറെ 130 റിജക്റ്റ് ചെയ്തിട്ട് മേ ബി കേൾക്കുന്ന 70 മില്യൺ 80 മില്യൺ യൂറോസിന് ഈ യൂറോപ്യൻ ക്ലബ്സിലോട്ട് വിൽക്കണം. അവർക്ക് ഓഷിമൻ എവിടെ പോയാൽ എന്താ? സോ എനിക്ക് ആ പാടെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ 80 മില്യൺ പ്രൈസ് ഓഷിമൻ എന്നുള്ളത്. 130 അവർ റിജക്റ്റ് ചെയ്തു എന്ന് പ്ലറ്റംബർഗ് പറയുന്നുണ്ടെങ്കിൽ അവർ മേ ബി 130 140 150 ആയിരിക്കും ഓഷിമന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് അല്ലേ. സോ ആ പാടെ അല്ലെങ്കിൽ പ്ലറ്റംബർഗ് ഫോൾസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ ലെറ്റ്സ് സീ എന്താവും എന്നുള്ളൊരു കാര്യം. അവിടുന്ന് നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ്. വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. യോഹാൻ ലുക്കൂമിനെ ബൊളോഗ്നയുടെ ക്യാപ്റ്റനൊക്കെയാണ്. പ്രൈം ഏജ് നിൽക്കുന്ന കൊളംബിയയുടെ ഈ സെൻറ്റർ ബാക്കിന് 20 മില്യൺ യൂറോസിൻ്റെ പാക്കേജിന്, വെറും 20 മില്യൺ യൂറോസിൻ്റെ പാക്കേജിന് സൈൻ ചെയ്തിട്ടുണ്ട് യുവൻറ്റസ്. ഗ്രേറ്റ് ബൈ, അടിപൊളി ബൈ എന്ന് പറയാനായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും കുറച്ച് അപ്ഡേറ്റ്സ് പോകാനായിട്ടാണ്. ഹെക്ടർ ഫോർട്ടിന് വേണ്ടി ബൊറൂസിയ ഡോർമുണ്ട് സീരിയസ്ലി നീങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ സ്ട്രോങ് ആണ്. ഹെക്ടർ ഫോർട്ടിൽ എവർട്ടണും ഫുൾഹാമും ലിവർപൂളും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ ഇനി ലിവർപൂൾ ലാസ്റ്റ് മൊമെൻറ്റ് എൻ്റർ ആവുമെന്ന് അറിയത്തില്ല. ബട്ട് ഇൻ്ററിൽ ലിവർപൂൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇൻ്ററിൻ്റെ പേരും കേട്ടിരുന്നു. പക്ഷേ ഇപ്പം ബൊറൂസിയ ഡോർമുണ്ട് സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇഫ് വി ആർ സെല്ലിങ് ഹെക്ടർ ഫോർട്ട് ബൈബാക്ക് ക്ലോസ് മസ്റ്റായിട്ടും ഇടണമെന്ന് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ലെറ്റ്സ് സീ, നമ്മളത് ഇട്ടേ കൊടുക്കത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് മറ്റ് കാര്യങ്ങളോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസി സെയിലുകൾ വീണ്ടും നടത്തുന്നുണ്ട്. ബാദിയാഷീലിനെ ആണെങ്കിൽ ലോൺ ഡീലിന് കൊടുത്തിട്ടുണ്ട് ടു നാപ്പളി. 3 മില്യൺ ആയിരിക്കും ലോൺ ഫീസ്, പ്ലസ് 1 മില്യൺ ആഡ്-ഓൺസ് ഉൾപ്പെടെ വേരിയബിൾസ് ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ഒരു 4 മില്യൺ പാക്കേജ്. 27 മില്യൺ യൂറോസിൻ്റെ ബൈബാക്ക് ഓപ്ഷനാണ് ക്ലബിനുണ്ട്, നാപ്പോളിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രട്ടേസിനെ ലാസിയോ സൈൻ ചെയ്തിട്ടുണ്ട് ഫ്രം ഇൻ്റർ മിലാൻ. 1 മില്യൺ യൂറോസിൻ്റെ ലോണിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ 14 മില്യണും കൂടെ ഇനിയും കൊടുത്ത് ഒബ്ലിഗേഷൻ ടു ബൈ. സോ 15 മില്യൺ ടോട്ടൽ പാക്കേജ്. നെക്സ്റ്റ് സീസൺ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഒരു 15 മില്യൻ്റെ പാക്കേജിനായിരിക്കും ഫ്രട്ടേസി ലാസിയോയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് സെയ്ദ് അൽമാല എന്ന് പറയുന്ന ഈ ഒരു ജർമ്മൻ വിങ്ങറിന് വേണ്ടി ഇപ്പം ബൊറൂസിയ ഡോർമുണ്ട് 55 മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജ് വിട്ടിട്ടുണ്ട് FC ക്ലോണിൻ്റെ ഫ്രണ്ടിൽ. അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ഈ ഹൈലി ടാലൻറ്റഡ് വിങ്ങറിന് വേണ്ടി അഗ്രസീവ്ലി തന്നെ നീങ്ങുവാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ബൊറൂസിയ ഡോർമുണ്ട്. അതുപോലെ തന്നെയാണ് ഇബ്രാഹിം മാസയ്ക്ക് വേണ്ടി സിറ്റി ഇൻറ്റേർണലി ആ ഒരു നെയിം ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട്. ടിജാനി റൈൻഡേഴ്സിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരു നെയിമാണ് ഇതെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിയുടെ ഒഫീഷ്യൽ ബിഡോ മറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു യങ്സ്റ്ററിന്, ഈ ഒരു 20 വയസ്സുകാരന് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അൾജീരിയൻ ഇൻ്റർനാഷണലാണ്. ബയർ ലെവർകൂസൻ അവരുടെ ഫ്ലോറിയം വിച്ച് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന നെയിമാണ്. സോ ലെറ്റ്സ് സീ സിറ്റി ഈ ഒരു നെയിമിന് വേണ്ടി പോവുകയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ് ചാവി ഹെർണാണ്ടസ് വിൽ ബി ദ ന്യൂ നെതർലൻഡ്സ് നാഷണൽ ടീം കോച്ച്. ദ ഡീൽ ഈസ് അഗ്രീഡ്. സോ ഐ തിങ്ക് നല്ലൊരു മൂവ് തന്നെ ആവട്ടെ. വി നോ ദർ ഇസ് എ ഗ്രേറ്റ് കോച്ചിങ് ടീം. സോ ബാർസലോണയിലാണ് ഇതിനു മുമ്പ് ആൾ കോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഖത്തറിൽ കോച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. സോ നാഷണൽ ടീം ജോബിലോട്ട് വരുവാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കാനായിട്ടാണ് പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. പക്ഷേ ഒരു സ്പാനിഷ് ഇൻ്റർനാഷണൽ കോച്ചിങ് ഡച്ച് നാഷണൽ ടീം അതെങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും റൊണാൾഡ് കോമാനെയാണ് ആൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാർസയിലും കോമാനെയായിരുന്നു ആൾ റീപ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് സ്പെൻസിനെ ഇൻ്റർ 35 മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിന് സ്പെൻസിനെ എത്തിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഡീൽ ഫോർ ഇൻ്റർ. അതുപോലെ തന്നെയാണ് ക്യൂട്ടി റൊമേറോ ടു അത്ലറ്റിക്കോ ഹിയർ വി ഗോ, അതൊക്കെ വന്നു 40 മില്യൻ്റെ ടോട്ടൽ പാക്കേജാണെന്ന് കേൾക്കുന്നു. ഗ്രേറ്റ് സൈനിങ് ഫോർ അത്ലറ്റിക്കോ. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ സലയ്ക്ക് കൂട്ടായിട്ട് സലയുടെ മുൻ കൂട്ടുകാരൻ ഡാർവിൻ ന്യൂനസും കൂടെ എത്തുവാണ്. ട്രാപ്സോൺസ്പറിലാണെങ്കിൽ ഡാർവിൻ ന്യൂനസും ചേരുകയാണ്. സോ ഒനാനയോടൊപ്പം കളിക്കാനായിട്ട് ഡാർവിൻ ന്യൂനസ്, സല ഇവരൊക്കെ മുട്ടിനിൽക്കുമായിരുന്നു എന്ന് എല്ലാവരും ആകാംക്ഷയുടെ അങ്ങോട്ടേക്ക് വരുന്നു. സോ ഒനാന, ഡാർവിൻ ന്യൂനസ് ആൻഡ് മോഹമ്മദ് സാല ഇൻ ദ സെയിം ടീം. സോ ലെറ്റ്സ് എന്താവുന്നുള്ള കാര്യം. അതേ സമയത്ത് അവിടെ ടർക്കിയിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റാറുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഫ്രെഡ് ആണെങ്കിൽ തൽക്കാലം ടർക്കി വാസമൊക്കെ മതിയാക്കി തിരിച്ച് ബ്രസീലിലോട്ട് പോവുകയാണ്. ഫെനർബാച്ചയിൽ നിന്നും ആളാണെങ്കിൽ ലീവ് ചെയ്തിട്ടുണ്ട്. ആളാണെങ്കിൽ അത്ലറ്റിക്കോ മിനേറോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിലോട്ട് ഫെനർബാച്ചയിൽ നിന്ന് ആൾ പോയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ എന്താവുന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഒരു അപ്ഡേറ്റിലോട്ട് നോക്കാനായിട്ടാണ് നിക്കോളോ ട്രെസോളിക്ക് വേണ്ടി നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ബാർസലോണയ്ക്കുണ്ട്.
ചെൽസിയും യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ബാർസ അഗ്രസീവ്ലി നീങ്ങാൻ പോവാണ് ഫസ്റ്റ് ഫെറാൻ ടോറസ് റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കാണുന്നുണ്ടായിരിക്കും. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോട്ട് ഓഫ് സൈഡ് എന്ന് പറയുന്നത് ഒട്ടും റിലയബിൾ അല്ലാത്ത സോഴ്സാണ്. അതാണ് ഈ സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനകത്ത് തന്നെ ഒരു 50% പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു 50-50 സോഴ്സുകൾ പോലും ഇത് ഇട്ടിട്ടില്ല. കോട്ട് ഓഫ് സൈഡ് പോലത്തെ ഒരു 10% പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സോഴ്സാണത്. സോ അങ്ങനത്തെ ഒരു സോഴ്സിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഇറ്റ്സ് ഫേക്ക്. അതുപോലെ തന്നെയാണ് കോൺസയ്ക്ക് വേണ്ടി ആർസണൽ നീക്കം നടത്തുന്നതായിട്ട് വാർത്തകൾ സ്ട്രോങ് ആണ്. ഓൾറെഡി ഒരു 30 മില്യൺ പൗണ്ട്സിൻ്റെ ബെൻ ജേക്കബ്സ് ആണ് റിപ്പോർട്ട് ചെയ്ത് ബിഡ് റിജക്റ്റ് ചെയ്തിരുന്നു. സോ വീണ്ടും ടോക്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ആർസണൽ എന്ന് കേൾക്കുന്നു. 60 മില്യൺ പൗണ്ട്സിന് മുകളിലാണ് കോൺസേനെ ആസ്റ്റൺ വില്ല റേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം കുറഞ്ഞൊരു പ്രൈസിന് കൊടുക്കത്തില്ല എന്നാണ് ആസ് തിങ് സ്റ്റാൻഡ്സ് അവർ സ്റ്റാൻഡ്. സോ ലെറ്റ്സ് സീ ആർസണൽ അഗ്രസീവ്ലി നീങ്ങുമോ കോൺസയ്ക്ക് വേണ്ടി എന്നുള്ളൊരു കാര്യം. ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.